ഹായ് ഹലോ എല്ലാവരോടും ആദ്യമേ തന്നെ മനസ്സറിഞ്ഞൊരു നന്ദി പറയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എത്ര പേര് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉമ്മ ഡിസ്ചാർജായി. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പം അതിന് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസമായിട്ടോ. പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എനിക്കൊരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഭേദാവും കേട്ടോ എന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, ദൈവത്തിന് നന്ദി. അതേപോലെ പ്രാർത്ഥിച്ചവരോടും താങ്ക് യു എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഏതായാലും 2 ദിവസങ്ങൾക്ക് മുമ്പേ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അതിനെനിക്ക് പറ്റിയില്ല. പറ്റാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ അറിയാലോ, ഉമ്മ കോഴിക്കോട് ഇക്ര എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ട്രാഫിക്കും എൻ്റെ മാനസികാവസ്ഥയും ഒക്കെ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിനായിരുന്നു ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നത്. അപ്പോൾ ബസ്സിന് പോകുകയെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒരു ബസ്സിലും ഇരിക്കണം, ഒരു 10-20 മിനിറ്റ് വേറൊരു ബസ്സിലും ഇരിക്കണം. അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഒരു ദിവസം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ പറയുക വെച്ചാൽ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ യാത്ര മാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഫലമായിട്ട് എനിക്ക് മൈഗ്രെയിൻ വന്നു. മൈഗ്രെയിൻ വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയാം. ഇനി അല്ലാത്തവരോടായിട്ട് പറയാണ്, വല്ലാത്ത ശോകം തന്നെ മക്കളെ മൈഗ്രെയിൻ വന്നാൽ. അപ്പം മൈഗ്രെയിൻ വന്നപ്പം ഞാൻ കൊയിലാണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് കാണിച്ചു. ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൈഗ്രെയിൻ വന്നു, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. എനിക്കെന്ന് വെച്ചാൽ പെയിൻ കില്ലർ ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള മരുന്നാണെങ്കിലൊക്കെ ഡയറക്റ്റ് വെയിനിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ബട്ടക്സ് ചെയ്യരുത് എന്നുള്ളത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ കാണിച്ച ഹോസ്പിറ്റലിലത്തെ ഡോക്ടറെ അടുത്ത് ഒരു തെറ്റും ഇല്ല കേട്ടോ. ഡോക്ടർ എനിക്ക് ഡയറക്റ്റ് ഒരു മെഡിസിനും എഴുതിയിട്ടില്ല. NSലാക്കിയിട്ടാണ് എനിക്ക് മെഡിസിൻ തരാൻ ഏൽപ്പിച്ചത്. പക്ഷേ നേഴ്സ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇനിയൊരു പക്ഷേ നൈറ്റിലാണ് പോയത്, ഉറക്കിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല, നേഴ്സിനോട് എന്താ പറയുക, മെഡിസിൻ മാറിപ്പോയി എന്നുള്ളത് എങ്ങനെയാ വെച്ചാൽ, NS തരേണ്ടത് ഡയറക്റ്റ് തന്നുപോയി. ഡയറക്റ്റ് തന്നിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കാലൊന്നായിട്ട് വല്ലാതെ വീങ്ങി വണ്ണം വെച്ചു. അങ്ങനെ ഇന്നലെ അവിടെ കൊണ്ടുവച്ച് കാണിച്ച സമയത്ത് നേഴ്സിന് ഒന്നും പറയാനില്ല. എന്താ പറയുക, അമ്പയങ്ങ വീങ്ങിക്കോ എന്ന് ചോദിക്കാറില്ലേ, ആ ഒരു ചോദ്യം നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പം ആദ്യമൊക്കെ നേഴ്സ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇതെന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, കാലിൽ ഇപ്പം നിലവിൽ പൾസ് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും, എനിക്ക് അടിച്ച മരുന്നിൻ്റെ റിയാക്ഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം ഉള്ളിൽ ഇൻഫെക്ഷൻ വരാനും അതിലൂടെ നമുക്ക് എന്തെങ്കിലും പനിയോ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും വന്ന് നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാം എന്നും ഡോക്ടർ പറഞ്ഞ സമയത്ത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ട് ഇന്ന് നേഴ്സിനെയും ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിപ്പിച്ചപ്പം ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കുക എന്ന് പറഞ്ഞത് ഗുണം ഹോസ്പിറ്റലുകാർ തന്നെ
ഇത് ചികിത്സിച്ച് ഭേദമാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് CI ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഏതോ ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, എന്താ വെച്ചാൽ ഇവർ ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, എനിക്ക് വേറെ നഷ്ടപരിഹാരമായിട്ടും ഒന്നും വേണ്ട, എൻ്റെ കാല് പഴയ രീതിയിലാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഹോസ്പിറ്റലുകാർ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ടെസ്റ്റ് ഇന്ന് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയില്ല കേട്ടോ. റിസൾട്ട് കിട്ടിയിട്ട് അതിനെന്താ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്റ്റ് ചെയ്യണമെങ്കിലോ ഗുളികയായിട്ട് കുടിക്കണമെങ്കിലോ എന്താ വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഫോർമാലിറ്റിയിൽ പോകണം. അപ്പോൾ ഇങ്ങനെ കൊയിലാണ്ടി ഒരു പരാതി കൊടുത്തിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ഇവിടെ വെളിപ്പെടുത്താത്തത്. അപ്പോൾ നമ്മൾ കേസ് ആയിട്ട് നീങ്ങുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാലം നന്നായിട്ട് എന്താ പറയുക, ഒരു റെഡ് കളറിലേക്കാണ് ആയത്. റെഡ് കളറിലായി എൻ്റെ കാലല്ല അത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി കിടക്കുകയാണ് ഇപ്പം നിലവിൽ. അപ്പോൾ അവിടുന്ന് മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിനെ പറ്റി പൊതുവേ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക മോശം അഭിപ്രായം. ഇന്ന് അവിടെ വന്ന സ്റ്റേഷനിൽ വന്ന ഹോസ്പിറ്റലിലെ ഒരു എന്താ പറയുക ഒരു സ്ഥാനം വഹിക്കുന്ന ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഹോസ്പിറ്റലിന് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ കഴിയുന്നതും ഹോസ്പിറ്റലിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ പല രീതിയിലുള്ള പരാതികൾ ഉയരുന്നു എന്നുള്ളത് ഹോസ്പിറ്റലിൻ്റെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പം എൻ്റെ കാലം എന്തായി തീരുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടർ പറഞ്ഞത്, ഈ ഒരു മെഡിസിൻ ഡയറക്റ്റ് അടിച്ചതിൻ്റെ പേരിൽ ഡയറക്റ്റ് അടിച്ചത് മാത്രമല്ല, അവർ വെയിനിലല്ല അടിച്ചത്, വെയിനിൻ്റെ പുറത്താണ് അടിച്ചത്. അവിടെ ഒരു പുതിയ നേഴ്സായിരുന്നു. ആ കുട്ടീനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്ക് വെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ആ കുട്ടീനെ മോളെ എന്ന് വിളിച്ചത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ആ കുട്ടിക്ക് മനസ്സിനൊരു ഈഗോ പുറപ്പെട്ട് വന്ന പോലെ ഭയങ്കരമായിട്ട് കൈമൽ തലങ്ങും വിലങ്ങും വെച്ചിട്ട് വെയിൻ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടൂല എന്ന് ഉറപ്പ് വന്ന സമയത്ത് എന്നോട് തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ എവിടെയാണ് വെയിൻ കിട്ടാറ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കാലിലൊക്കെയാണ് വെയിൻ കിട്ടാറ്, കൈക്ക് വളരെ റയറായിട്ടേ വെയിൻ കിട്ടാറുള്ളൂ. അങ്ങനെ ഈ കുട്ടി കാലിൽ വെയിൻ നോക്കി ജസ്റ്റ് ഒന്ന് ടച്ചായിട്ടേ ഉള്ളൂ. ടച്ചായിട്ട് പൊതുവേ എനിക്ക് ഇത്രയും കാലത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം കേട്ടോ, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമില്ല, ഞാൻ മെഡിക്കൽ ഫീൽഡിലല്ല, മെഡിക്കലായിട്ട് എനിക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. എന്നാൽ നമുക്ക് അനുഭവം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ അനുഭവത്തിലൂടെ വെച്ചിട്ട് ഞാൻ പറയാണ്, എനിക്കിപ്പം ജസ്റ്റ് വെയിൻ കിട്ടി എന്ന് നഴ്സുമാർക്ക് തോന്നിയാൽ പതിയെ ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കുക ചെയ്യുക. പക്ഷേ ഈ കുട്ടി എന്താ ചെയ്യാൽ, ജസ്റ്റ് വെയിനിൽ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഒന്ന് ബ്ലഡ് ഒന്ന് പൊടിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഈ ഇഞ്ചെക്റ്റ് ഒറ്റ പുഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കിളി രണ്ട് ഭാഗത്തുനിന്നും അങ്ങ് പറന്നുപോയി. ഞാൻ ഉറക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. പൊതുവേ ഞാൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ വെയിൻ എവിടെയെങ്കിലും എന്താ പറയുക നീഡിൽ കുത്തുന്ന സമയത്തൊന്നും ഞാൻ ഒരു എക്സ്പ്രഷനും ഇടാതെ അവർക്ക് വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉറക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞേക്ക് മോളെ, എനിക്കിത് കാല് വെച്ച പാട് തന്നെ കാല് തരുത്ത് പോയി, മോളെ എനിക്ക് കാലിങ്ങനെ തരുത്ത് കിടക്കുകയാണ്, അവിടെ ചുവപ്പ് കളറും ഇഞ്ചെക്റ്റ് ചെയ്ത സ്ഥലത്ത് ചുവപ്പ് കളറുമായി വന്ന്. ഞാൻ പറഞ്ഞത് ചോന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോട്ടണിൽ സ്പിരിറ്റ് മുക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചു. അപ്പം നമുക്ക് വീക്കും ഈ റെഡ് കളറും കാണില്ലല്ലോ, അപ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി അങ്ങനെ ചെയ്തു വെച്ചതാണ്. പക്ഷേ ഇന്നലെ രാവിലെ കുറച്ച് വീക്കുകളിലായിരുന്നു, വൈകുന്നേരമായപ്പോഴേക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓയിൽമെൻറ്റ് കൊടുത്തയച്ചു, അത് തേച്ചിട്ട് ഒരു മാറ്റവും. രണ്ടാമതാണ് അവിടെ പോയി കാണിച്ചത്. ഇന്നും അവിടെ കാണിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിൽക്കുകയാണ്.
കാലെന്തായി തീരുമോ എങ്ങനെയായി തീരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇവൻ നിങ്ങളോടുകൂടിയും പറയാണ്, മനുഷ്യന്മാരുടെ കാര്യമാണ്. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സൈഡ് എഫക്റ്റ് എന്തും വന്നു പോകാം, ഇവൻ മരണത്തിന് വരെ കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നേക്കാം എന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ആ ഒരു കാരണം വെച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളോടുകൂടി പറയാണ്, എനിക്ക് ഈ ഇഞ്ചെക്റ്റ് ചെയ്ത ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരുടെ കാര്യമാണല്ലോ, എന്താ എപ്പോഴാ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോഴത്തെ പല ഹോസ്പിറ്റലിൽ നിന്ന് പല രീതിയിലും നമ്മൾ കേൾക്കുന്നുണ്ട്. കത്രിക വരെ വെച്ച് മറന്നുപോയ ഹോസ്പിറ്റലുണ്ടേ. ആ കണക്കിനാണോ എൻ്റെ കാൽക്ക് ഇഞ്ചക്ഷൻ മാറിക്കുത്തുന്നത്. അപ്പോൾ ഏതായാലും ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹെൽത്ത് പരാതി കൊടുക്കുന്നുണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പറ്റിയതോ പറ്റി, മറ്റൊരാൾക്ക് ഇതേപോലെ ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. ഇനി ഡോക്ടർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചതാണോ, അല്ലെ ഡോക്ടർ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറഞ്ഞതാണോ, എന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് നിലവിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കാൽക്ക് നിലവിൽ പൾസ് ഉണ്ട്, പൾസ് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്തോ എൻ്റെ എനിമികൾക്ക് സന്തോഷമായി കാണും. എന്ത് തന്നെയായാലും ഈ ഒരു കാരണം കൊണ്ടാണ് ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ വിവരം പോലും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാതെ ഞാൻ എന്താ പറയുക, കാല നിലത്ത് വെക്കാൻ പറ്റാത്തൊരു, എനിക്കിപ്പോൾ നടക്കണേ ഒരാളുടെ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി വന്നു. പിന്നെ വേറൊരു കാര്യവും കൂടി പറയാൻ വിട്ടുപോയി. ഉമ്മ ഹോസ്പിറ്റലിലായ സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഓർഡർ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ വിളിച്ചു, അവരൊക്കെ ഓർഡർ തന്നു. താങ്ക് യു സോ മച്ച്. അതിനും ഒരു പ്രത്യേക നന്ദി പറയാനുണ്ട് കേട്ടോ. പലർക്കും വിഷുവിൻ്റെ മുമ്പേ ആയിട്ട് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും കാല് ഏതാ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും. അപ്പോൾ ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നാസലീം. ടാറ്റാ.